നമ്മളിന്ന് റിലീജിയസ് ടോളറൻസിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. റിലീജിയസ് ടോളറൻസ് എന്ന് പറഞ്ഞു വരുമ്പോൾ അതൊരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് പല ഭാഗങ്ങളിലും റിലിജിയൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ തീവ്രവാദങ്ങളും ഒക്കെ ശക്തിപ്പെട്ടു വരുമ്പോൾ ഞാൻ ഓർത്ത് വരുമായിരുന്നു, എന്ത് റിലിജിയനാണ്? അങ്ങനെയാണെങ്കിൽ റിലിജിയൻ ഇല്ലാത്ത അവസ്ഥയല്ലേ മനുഷ്യർക്ക് നല്ലത്? റിലിജിയന്റെ പേരിൽ തീവ്രവാദങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഒരു രീതിയിലും നമുക്ക് ഏതെങ്കിലും മതവിഭാഗത്തിന്റെ പേരിൽ മനുഷ്യന്റെ സെൽഫിഷ് ഇൻട്രസ്റ്റിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു വലിയ ഒരു പുറംപൂച്ചാണ്. ഫോർ എക്സാമ്പിൾ, നമ്മള് ഈ ഹിന്ദു ഇപ്പോഴത്തുള്ള റീസെന്റ് ആയിട്ടുള്ള നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തത് ഹിന്ദു തീവ്രവാദിത്വത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ബഞ്ജാന്തളും പിന്നെ മറ്റു ഇതുമൊക്കെ. ഞാനൊക്കെ ഈ ഹൈന്ദവ മതം എന്ന് പറഞ്ഞൊരു മതം ഇല്ല, ക്രിസ്തു മതം എന്ന് പറഞ്ഞൊരു മതമില്ല. ക്രിസ്തു സ്ഥാപിച്ച മതം ക്രിസ്ത്യാനികൾ അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്, ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണത്. ഇപ്പോൾ ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ഒരു ഹൈന്ദവ സംസ്കാരമാണ്. അത് ആർഷ ഭാരതത്തിന്റെ വലിയ ഒരു സംസ്കാരത്തിന്റെ ഒരു എന്താ അതിന് പറയുക, ടോളറൻസ്, അതിൻ്റെയൊക്കെ ഒരു പ്രൈമറി ഇതെന്ന് പറഞ്ഞാൽ എല്ലാവരെയും സമഭാവനയോടെ കാണുക, എന്നാൽ ലോക സമസ്ത സുഖിനോ ഭവന്തു, ഇതൊക്കെ ഈ സംസ്കൃതത്തിലൂടെ നമ്മൾ ആർജിച്ചെടുത്ത ശക്തി എന്താണെന്ന് ഹൈന്ദവർക്ക് പോലും അറിയാൻ മേല. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. ഇവിടെ എല്ലാവരെയും ഒരേ കൈനീട്ടി സ്വീകരിച്ചതാ ഈ ഹൈന്ദവ സംസ്കാരം. അത് ആരൊക്കെ വരുന്നുണ്ടോ അവരുടെ ദൈവം ആയി കണ്ടുകൊണ്ട് അവരെ ഓരോ ഗസ്റ്റ് വരുമ്പോഴും അവരെ വേണ്ട ആദരവ് കൊടുത്തുകൊണ്ട് നമസ്തേ പറഞ്ഞ് ആ ഗുരുകുല വിദ്യാഭ്യാസത്തിലൂടെയൊക്കെ ആർജിച്ചെടുത്ത ഒരു വലിയ സംസ്കാരമാണത്. അത് ഋഷീസ് ഓഫ് ഓൾഡൻ ഡേയ്സ് ഒക്കെ തപസ് ചെയ്ത് ആ മനുഷ്യന്റെ ശരീരമില്ലാതുള്ള ആത്മാവിനെ പറ്റി അവരെ ഒത്തിരി ചിന്തിക്കുകയും തപസ്സനുഷ്ഠിക്കുകയും ചെയ്ത് ആർജിച്ചെടുത്ത ഒരിതാണ്. അതിന്റെ പേരില് തീവ്രവാദം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ ഹൈന്ദവ സംസ്കാരത്തെ, ഹൈന്ദവ മതത്തെ അവര് ഗളച്ഛേദനം ചെയ്യുന്നതിന് തുല്യമാണ്, അത് ഇല്ലായ്മ ചെയ്യുന്നതിന് തുല്യമാണ്. അത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ചില ഇത് ചോദിക്കത്തില്ലേ, ചേട്ടാ ആ അപ്പന് പറഞ്ഞ കുട്ടിയാണോ എന്ന് പറഞ്ഞ പോലെ ഒരു ഹൈന്ദവനായിട്ട് വളർന്ന ആ സംസ്കാരമാണോ ഇവരുടേതെന്ന് പലപ്പോഴും ഈ ഈ പണ്ടത്തെ രീതിയിൽ ഒരു കാട്ടാളന്മാരെ പോലെ ഈ കാട്ടാളൻ വാൽമീകിയായ കഥ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്, കാട്ടാളന്. അപ്പൊ ആ കാട്ടാളനായിട്ട് ജീവിക്കാനല്ല നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. വാൽമീകി മഹർഷിയായിട്ട് തീർന്നപ്പോഴ് അവര് ചെയ്യുന്ന എന്താണ്, ഈ വാൽമീകിയോട് ചോദിക്കുമ്പോൾ കാട്ടാളനോട് ചോദിക്കുമ്പോൾ പറയും, എന്റെ പേരൻസിന് വേണ്ടിയാണ്, അല്ല എന്റെ കുട്ടികൾക്ക് വേണ്ടിയാണ്, എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ അത് അവരോടും നീ ചെയ്യുന്ന ഫലം എങ്ങനെ തീർക്കുമെന്ന് മഹർഷി ചോദിക്കുമ്പോൾ അപ്പൊ വീട്ടിൽ ചെന്ന് ചോദിച്ചു, ഇത് ഞാൻ ഈ കാട്ടിൽ കൂട്ടുന്ന കോപ്രായങ്ങളും ഈ തെമ്മെടുത്തലുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ്, അപ്പം എനിക്കെന്തെങ്കിലും വന്നാൽ നിങ്ങൾ അനുഭവിക്കത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഭാര്യ തന്നെ ചോദിച്ചു, അതെങ്ങനെ ഞങ്ങളെങ്ങനെ അനുഭവിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ തന്നെ അനുഭവിക്കും എന്ന് പറഞ്ഞതുപോലാണ് ഈ ഹൈന്ദവ മതത്തിന് വേണ്ടിയേ ഇവര് ഈ കാട്ടിക്കൂട്ടുന്ന. സാർ ഒരു മിനിറ്റ്, RSSനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? RSS ഒക്കെ ഒരു വലിയ സംസ്കാരമായിരുന്നു. ഞാൻ അതിനെയൊക്കെ ഒത്തിരി ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. RSSന്റെ സിദ്ധാന്തങ്ങളും. പക്ഷേ അവര് കാട്ടാളന്മാരായാൽ എന്ത് ചെയ്യും? ഇതിന്റെ RSS ഒക്കെ എന്ന് പറഞ്ഞാൽ അതിന് ക്രിസ്ത്യാനികൾക്ക് ആർക്കും അതിനകത്ത് പങ്കാളികളാകാം, നമ്മുടെ ഇതിൽ പറഞ്ഞ ആർക്കും പങ്കാളികളാകാം. അത് ഹൈന്ദവ സംസ്കാരത്തിന്റെ ഔന്നത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന, അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരാളെ കേപ്പബിലിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംസ്കാരത്തിലേക്കാണ് നമ്മളത് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ
ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടും ഒരു സെക്ഷൻ ഓഫ് പീപ്പിളിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടും ഒക്കെ അല്ല. അതൊക്കെ ചെയ്യുന്നത് ആ മതത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആർഷഭാരത സംസ്കാരം എന്താണ്? സ്വാമി വിവേകാനന്ദനൊക്കെ ചിക്കാഗോയിൽ ചെന്ന് പ്രസംഗം അത് കേട്ട് എല്ലാവരും ഭയങ്കര എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുമായിരുന്നു. അതായത് ആ ഹൈന്ദവ സംസ്കാരത്തെ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു തലത്തിലേക്ക് അദ്ദേഹം എത്തിച്ചു. സ്വാമി വിവേകാനന്ദനും രാമകൃഷ്ണ പരമഹംസനും ഇങ്ങനെയുള്ള സൈദ്ധാന്തികരായിട്ടുള്ള ഇങ്ങനെയുള്ള ഇൻസൈറ്റുള്ള ഹൈന്ദവ ഗുരുക്കന്മാരിലൂടെ വളർന്നു വന്ന് ഈ പുഷ്പിച്ച് ലോകമെങ്ങും അതിൻ്റെ ദൂത് അറിയിക്കേണ്ടതിന് പകരം കാട്ടാള വേഷത്തില് എന്താണ് അവർ പോകുന്നവരെ തടഞ്ഞു നിർത്തുക. ഇത് ഇന്ത്യൻ ഡെമോക്രസിയില് നമുക്ക് അനുവദിച്ചിട്ടുള്ളതാണ് സെക്യുലറിസം. ഇത് ആർക്ക് വേണമെങ്കിലും അത് പ്രചരിപ്പിക്കാം. ഇതുപോലെ തന്നെയല്ലേ ഈ ഹൈന്ദവ സംസ്കാരം എത്രയോ യൂറോപ്യൻ കൺട്രീസിൽ കൂടുതലായിട്ട് വന്ന് ടെമ്പിൾസ് വരുന്നു. അവിടെ എത്രയോ ക്രിസ്ത്യൻസ് ഇതിൽ ആകൃഷ്ടരായിട്ട് എത്രയോ പേര് മാതാമർദ്ദമയുടെയും ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും അവരിലൂടെ അവര് ഒരു വലിയൊരു ഹൈന്ദവ സംസ്കാരം അവര് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതിന് പകരം ആ പഴയ പ്രിമിറ്റീവ് സൊസൈറ്റിയിലേക്ക് നമ്മൾ പോകുന്നതാണോ എന്ന് തോന്നിപ്പോകും. ഹൈന്ദവ സംസ്കാരം എന്നതുകൊണ്ട് അങ്ങ് എന്താണ് അർത്ഥമാക്കുന്നത്? ഹൈന്ദവ സംസ്കാരം അത് സമഭാവനയുടെയാണ്. എല്ലാവരോടും സഹിഷ്ണുത കാണിക്കുന്ന സന്ദേശമാണ് ഹൈന്ദവ മൂല്യങ്ങളുള്ളത്. ആ ഹൈന്ദവ മൂല്യങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് പാർട്ടിയെ വളർത്താനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോവാന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയുന്നത് ഒരു ഹിന്ദു പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ലോകത്തുണ്ടാകാൻ പാടില്ല. കാരണം അതൊരു വലിയ സംസ്കാരമാണ്. ആ സംസ്കാരത്തിനെ ബേസ് ചെയ്ത് പോകുമ്പോൾ അങ്ങനൊരു പാർട്ടി ഉണ്ടാകാൻ പാടില്ല. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇവരൊക്കെ വളർന്നു വന്നത് ക്രിസ്ത്യൻ മിഷണറിമാർ. എന്താണ് ഈ ക്രിസ്ത്യൻ മിഷൻ? ക്രിസ്ത്യൻ മിഷൻ എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന മനുഷ്യരിലൂടെ കാണപ്പെടാത്ത ദൈവത്തെ കാണുക. ക്രിസ്ത്യൻ സംസ്കാരം അതാണ്. അതിനകത്തെല്ലാം അടങ്ങിയിരിക്കുന്നു. ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക, തന്നെ പോലെ തന്നെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ രണ്ട് ഇത് ഉണ്ടെങ്കിൽ ക്രിസ്ത്യൻ തത്വസംഹിത അതിനകത്ത് അടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ പല ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ നടക്കുന്നത്. പട്ടിണിയും പരിവട്ടവും ഒക്കെ നടക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് പരിഷ്കൃത രാജ്യങ്ങളിൽ നിന്ന് പോലും ക്രൈസ്തവ മിഷണറിമാരുടെ അൾത്താരകളിൽ പ്രസംഗിക്കുന്നത് എന്താണെന്നറിയാമോ? അത് സമഭാവനയുടെ സന്ദേശം കൊടുക്കുന്നത്. കാണപ്പെടാത്ത ദൈവത്തെ കാണപ്പെടുന്ന മനുഷ്യരിലൂടെ, അത് ഈ ക്രിസ്ത്യാനികളിലൂടെ സ്നേഹിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അയൽക്കാരെന്ന് പറയുന്നത് ആരാണോ നീഡിയായിട്ടുള്ളവര്. ചിലർക്ക് നമ്മുടെ സംസാരം കൊണ്ടായിരിക്കും, ചിലർക്ക് നമ്മുടെ അവരെ ആശ്വസിപ്പിക്കുന്നതിലൂടെ ആയിരിക്കും, ചിലപ്പോൾ ചിലർക്ക് അവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ആയിരിക്കും. എന്താണ് ക്രിസ്തീയ സംസ്കാരം? ക്രിസ്ത്യൻ അൾത്താരകളില് അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് സാഹോദര്യത്തിന്റെ സന്ദേശമാണ്, സുവിശേഷമാണ് കൊടുക്കുന്നത്. ഇടതേ കർണം തടിച്ചാൽ വലതേ കർണം കാണിച്ചു കൊടുക്കേണ്ട ക്രിസ്തുവിനെയാണ് അവർ പ്രചരിപ്പിക്കുന്നത്. നമ്മൾ എവിടെയെങ്കിലും യൂറോപ്യൻ കൺട്രീസിലെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കൺട്രീസിലെ ഈ തീവ്രവാദം കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ബാപ്റ്റിസം സ്വീകരിക്കുന്നത് മുതൽ അവര് പള്ളിയിലൊക്കെ പോകും. ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ അവർ സാഹോദര്യത്തിന്റെ സുവിശേഷം അവരോട് പറയുന്നത്, സമഭാവനയുടെ സുവിശേഷം പറയുന്നത്. കാണപ്പെടാത്ത ദൈവത്തെ കാണപ്പെടാത്ത മനുഷ്യരിലൂടെ, ഈ കാണപ്പെടുന്ന മനുഷ്യരെന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽവാസിയായിട്ടുള്ള മുസ്ലിമും ഹിന്ദുവും പാഴ്സിയും എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. ക്രൈസ്തവ ചൈതന്യം ഉയർത്തിപ്പിടിപ്പിച്ച ഒരു പ്രാക്ടീസിങ് ക്രിസ്ത്യൻ ആയിരുന്നു മഹാത്മജി. ഇടത്തെ കണ്ണം തടിക്കും വലത്തെ കണ്ണം കാണിച്ചു കൊടുക്കേണ്ട അഹിംസയുടെ സുവിശേഷം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിനും അഹിംസയിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുത്ത. വാസ്തവത്തില് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സുകളുടെ കൺവേർഷനാണ് വേണ്ടത്, മനസ്സിന്റെ പരിവർത്തനമാണ്. അല്ലാതെ ഈ ഇപ്പൊ നമ്മുടെ റാണി മരിയ കൊല്ലപ്പെട്ടു. ആ കൊന്നയാളിനെ മാനസാന്തരപ്പെടുത്തുന്ന
സുവിശേഷം അവർ കൊടുത്ത്. അവരുടെ അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാം സ്വന്തം മകളെ, സ്വന്തം സഹോദരിയെ പിച്ചിച്ചീന്തി കൊന്ന് അവരോട് ക്ഷമിച്ചു. എന്നിട്ട് അവരെ വാരിപ്പുണർന്നു. അതാണ് സംസ്കാരത്തിന്റെ സുവിശേഷം, ക്ഷമയുടെ സുവിശേഷം. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ കൺട്രീസിൽ ഒരിടത്തും ടെററിസം വരാത്തത്. അതുകൊണ്ടാണ് ഈ ടെററിസം ഒക്കെ ഒന്നോ രണ്ടോ പേര് ഇപ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് യേശുവിന്റെ സുവിശേഷം. അത് സമഭാവനയുടെയും സഹിഷ്ണുതയുടെയും കാണപ്പെടാത്ത ദൈവത്തെ കാണപ്പെടുന്ന മനുഷ്യരിലൂടെ സ്നേഹിക്കേണ്ട ആ സുവിശേഷം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അല്ലാതെ ഒരാളെ കൊന്ന് ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ള സുവിശേഷം അല്ല ഒരു ക്രൈസ്തവന്റെ. ഇപ്പൊ ഈ കാണിക്കുന്നവരെല്ലാം കാട്ടാളന്മാരുടെ വക്താക്കളാണ്. അവർ ഹിന്ദുക്കളുടെ കൊടുക്കേണ്ട വക്താക്കളല്ല. അവരൊക്കെ നേർവഴിക്ക് വന്ന് ആ ആർഷ ഭാരതത്തിന്റെ ആ ഹൈന്ദവ സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കി ആയിരുന്നെങ്കിൽ വല്ലോ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവർ പറയാന്ന് പറഞ്ഞാൽ അവരെ ഇതാക്കാം. പക്ഷെ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ പോലും ഇതിന്റെ വക്താക്കളായിട്ട് തീരുമ്പോൾ അതിനെപ്പറ്റി ഒത്തിരി സങ്കടമുണ്ട്. അത് മാറേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമ്മൾ ഈവൻ 1940s ക്രൈസ്തവ സമൂഹം എന്ന് പറഞ്ഞാല് ആദിമ നൂറ്റാണ്ടില് യേശുവിന്റെ ശിഷ്യനായിട്ടുള്ള തോമസ് ലീഗായിലൂടെ ഇവിടെ ജനിച്ചു വളർന്ന ഒരു സമൂഹമാണ്. എന്നിട്ട് നമുക്ക് 40കളില് 2.5% ഉണ്ടായിരുന്നു, 2-2.25% ഉണ്ടായിരുന്നു. അതിപ്പോഴും അത് താഴെയാണ്. അപ്പൊ ഇവിടെയാണ് പോസിബിൾ കൺവേർഷനോ അല്ലാതെയുള്ള കൺവേർഷനോ നടക്കുന്നത്. നാച്ചുറൽ കൺവേർഷൻ പോലും നടക്കുന്നില്ല. മതപരിവർത്തനം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ ഒരു അഭിപ്രായത്തില് ഒരു കൺവേർഷൻ എന്ന് പറയുന്നത് മനസ്സിന്റെ കൺവേർഷനാണ്. സംസ്കാരം ഇല്ലാത്തുള്ള ഒരു ജനതയെ സംസ്കാരത്തിലേക്ക് നയിക്കുന്നതാണ് കൺവേർഷന്. അവന്റെ മനസ്സിനെ കൺവേർഷൻ വരുന്നു. അവന്റെ മനസ്സിന് ഇപ്പം റാണി മരിയയുടെ ഘാതകനെ അവൻ കൊലയാളിയായിരുന്നു, കാട്ടാളനായിരുന്നു. അവൻ ഹിന്ദുവിന്റെ വക്താവ് അല്ല. അവൻ ഒരു കാട്ടാളന്റെ വക്താവാണ്. അവനെ സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ, ടോളറൻസിലേക്ക് കൊണ്ടുവന്നപ്പോൾ, അവൻ ചെയ്തത് തെറ്റാണ് എന്ന് വന്നപ്പോൾ, അതാണ് യഥാർത്ഥത്തിൽ അവൻ ഹിന്ദുവായത്. അപ്പോഴാണ് അവൻ ക്രിസ്ത്യാനി ഹിന്ദു ആരോ ആട്ടെ, എപ്പോഴും അവൻ യഥാർത്ഥ ഹിന്ദുവായത് ആ സംസ്കാരത്തിലേക്ക് വന്നപ്പോഴാണ്. ആ സംസ്കാരത്തിലേക്ക് വരുവാനാണ് ഈ പറഞ്ഞ ഈ പ്രചരണം ഇവിടെ നടക്കുന്നത്. അതല്ലാതെ ഒരു മതപരിവർത്തനം അല്ല ഇവിടെ നടക്കുന്നത്. ആരാണ് ക്രൈസ്തവ മിഷനറിമാർ? ഗ്രഹാം സ്റ്റെയിൻ അദ്ദേഹത്തെ എന്തിന്റെ പേരില ചുട്ടുകൊന്ന്? ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ വെരി ഹൈലി ഡെവലപ്ഡ് കൺട്രി ഇൻ ദ വേൾഡ്. അവിടുന്ന് ഒരു സുവിശേഷൻ എന്താണ് അയക്ക് മനസ്സിൽ വരുന്നത്? അയാളുടെ സംസ്കാരമാണ് കാണപ്പെടുന്ന മനുഷ്യരിലൂടെ കാണപ്പെടാത്ത ദൈവത്തെ. അയാള് കുഷ്ഠരോഗികളെയും ഇതെല്ലാം അവർ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക, അയാളും ഭാര്യയും മക്കളും. നമ്മളൊക്കെ ഒരിതായാല് നമ്മളും നമ്മുടെ ഭാര്യയും മക്കളൊക്കെ സേഫ് സോണിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ നോക്കുന്നത്. ഇയാൾ മാത്രമല്ല വന്നത്, ഇയാൾ അയാളുടെ ഭാര്യയും മക്കളെയും കൊണ്ടുവന്ന് ഇവരുടെ ഇടയിൽ താമസിച്ച്, ഈ കുഷ്ഠരോഗികളുടെ ഇടയിൽ താമസിച്ച്, ഈ ഇൻക്യൂറബിൾ ഡിസീസ് ഉള്ള ആൾക്കാരുടെ ഇടയിൽ താമസിച്ച്, അത് പകർച്ചവ്യാധികളുടെ ഇടയിലുള്ള സമൂഹത്തിനിടയിൽ താമസിച്ച് അവര് ഈ കുഷ്ഠരോഗികളെ കാണുമ്പോൾ ഫാദർ ഡാമിനെ പോലെ ഞാൻ പറയും, ഇന്നത്തെ പുതിയ ആധുനിക ലോകത്തിന്റെ ഫാദർ ഡാമിനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഈ കുഷ്ഠരോഗികളെ എല്ലാം ശുശ്രൂഷിച്ച് അവർക്ക് അവരുടെ വേണ്ട എല്ലാ മെഡിക്കൽ മറ്റു ഭൗതിക ഇതും അവർക്ക് കൊടുത്തിട്ട് അവരെ സംരക്ഷിച്ചത് അവരിലൂടെ യേശുവിനെ കാണുമായിരുന്നു. യേശുവിനെ കാണുക എന്നതുകൊണ്ട് സാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? യേശുവിനെ പല രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ചെറിയവരിൽ ഒരുവന് നൽകിയപ്പോൾ എല്ലാം എനിക്ക് നൽകിയതാണ് എന്നുള്ള ഒരു ഫൈനൽ വേർഡിക്റ്റ് ഉണ്ട്. അതിനുവേണ്ടിയാണ് ഓരോ ക്രൈസ്തവനെയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ പല രൂപത്തിൽ വന്നിരുന്നു. ഞാൻ ക്രിസ്ത്യാനിയുടെ രൂപത്തിൽ വന്ന കാര്യം ഒരിക്കലും പറയുന്നില്ല. ഞാൻ വിശക്കുന്നതിനായിട്ട് വന്നു, അത് ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ. ഞാൻ ദാഹിക്കുന്നതിനായിട്ട് വന്നു, അത് ആരെങ്കിലും ആവട്ടെ. ഞാൻ രോഗിയായിട്ട് വന്നു, ഞാൻ പരദേശിയായിട്ട് വന്നു. അതിന് ഭയങ്കര ഒരു മാനമുള്ളത്. ഞാൻ പരദേശിയായിട്ട് വന്നു, ഞാൻ കാരാഗ്രഹവാസി. നമ്മൾ പലരും കാരാഗ്രഹത്തിൽ കിടക്കുന്നവരുണ്ട്, ജയിലിൽ തന്നെ പോകണമെന്നില്ല. ഞാൻ ഓരോ രൂപത്തിൽ വന്നപ്പോഴും എനിക്ക് തന്നെയാണ് നിങ്ങളെ ശുശ്രൂഷ ചെയ്തത് എന്ന് അതാണ് എറ്റേണൽ ലൈഫിന്റെ ഏറ്റവും വലിയൊരു വിളിയാണ്. ആ എറ്റേണൽ ലൈഫ് അതിന്
ഇത് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഗ്രഹാം സ്റ്റെയിൻസും എല്ലാം ഇവിടെ വന്ന് അയാളുടെ ഭാര്യയും മക്കളോടും വന്ന് നമ്മൾ ഓർത്ത് നോക്കി, നമുക്ക് ഇച്ചിരി ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി നമ്മൾ പിള്ളേരെ രക്ഷപ്പെടുത്താൻ നോക്കുക. അവരുടെ പിള്ളേരോടും വന്ന് ഇതിനു വേണ്ടി ഇത് വിറ്റ്നസ് ആവുകയാണ്, സെർവ് ചെയ്യുവാണ്. എത്ര തരാന്ന് പറഞ്ഞാൽ അയക്ക് അതുപോലെ ശേഷിയുള്ള ഒരു രാജ്യത്ത് നിന്ന് വന്നിട്ട് ഈ പാവങ്ങളെ ശുശ്രൂഷിച്ചതിന് ചുട്ടുകൊന്നു. ഞാൻ പറയുന്ന പുരാണങ്ങളില് ഈ ഇതിഹാസത്തില് ഈ കാട്ടാളനേക്കാൾ അസംസ്കൃതനാണ് ഇവര് ഹിന്ദുവിന്റെ എനിമീസാണ് അവര്. എവിടെയാണ് പാളിച്ചകൾ വരുന്നത്? ഞാൻ പല ഓർഫനേജസും വിസിറ്റ് ചെയ്യും. ഞാനൊരു പലപ്പോഴും പലതിന്റെയും ഇതിന് മന്ത്ലി ഇത് കൊടുക്കും. ഞാൻ അവിടെ എല്ലാം വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഹിന്ദുക്കളുണ്ട്, മുസ്ലിംസ് ഉണ്ട്. പോറ്റി വളർത്തിയ മക്കൾക്ക് അവരെ വേണ്ട, അവരെ കൊണ്ടുവന്ന് ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും അവരും എല്ലാം ശുശ്രൂഷിക്കുക ഈ ഓർഫനേജില്. അത് ഹിന്ദുക്കളുണ്ട്, മുസ്ലിംസ് ഉണ്ട്, എല്ലാം ക്രിസ്ത്യൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അവര് പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തർക്കും അവർക്കിത് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പ്രാർത്ഥിച്ചു, കൃഷ്ണനെ നാമം ജപിച്ചു. രാത്രി ചെല്ലുമ്പോൾ അവർ ഒരു സെക്ഷൻ ഓഫ് പീപ്പിൾ നാമം ജപിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇത് സഹോദരനാണ്. അവൻ മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ, കാണപ്പെടുന്ന ദൈവമാണ് ഈ മനുഷ്യൻ. ആ ഒരു കൺസെപ്റ്റ് നിന്നുകൊണ്ട് ഫൈനൽ വേർഡിക്റ്റില് കൊടുക്കേണ്ടതാണ്. ഞാൻ ഈ മുഹമ്മദായിട്ടും ഐഷിയായിട്ടും ദൈവത്തിന്റെ ഓരോ പ്രതിരൂപങ്ങളായിട്ട് വരിക അവരുടെ ആവശ്യത്ത്. സ്വന്തം അപ്പനും മക്കൾക്ക് വേണ്ടാത്ത അപ്പനും അമ്മയും അവർക്കൊക്കെ നല്ല മരണം കൊടുത്തു. ഈ മരണത്തിന് ശേഷമോ ഈ ഓർഫനേജസിലൊക്കെ മരിച്ചതിന് ശേഷം മക്കളെ എന്നാൽ പോലും ഒന്നും കൊണ്ടുപോകത്തില്ല. അവരുടെ അമ്മയായിട്ട് അപ്പനായിട്ട് കരുതി അവർ ഏത് മതവിശ്വാസിയാണോ, മുസ്ലിമാണ്, മുസ്ലിം അവരെ അറിയിച്ച് അവരെ കവറോടക്കമാണ്. ഹിന്ദു ആണെങ്കിൽ അവരെ അറിയിച്ചിട്ട് ഹൈന്ദവ രീതിയിൽ അവരെ സംസ്കാരം നടത്തുവാണ്. ഈ മരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നല്ലൊരു മരണം കൊടുക്കാൻ മക്കൾക്ക് കൊടുക്കാൻ പറ്റാത്ത, സഹോദരങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തത് അവർ കൊടുത്ത് അവരെയാണോ നിങ്ങൾ ഈ തീവ്രവാദികള് നിങ്ങൾക്കെതിരെയാണ് അന്ത്യം. നിങ്ങളൊരു മതത്തിന്റെ പ്രതിനിധികളല്ല, മതത്തിന്റെ വിനാശകരാണ്, നശിപ്പിക്കുന്നവരാണ്. ക്രൈസ്തവ വീക്ഷണം വേറെയാണ്. ഈ പറഞ്ഞ സ്കൂളുകളിലും കോൺവെന്റുകളിലും ഒക്കെ പഠിച്ചു വന്നവരാ. നിങ്ങൾ എത്ര പേര് ക്രൈസ്തവരായി? നിങ്ങളെ സംസ്കാര സമ്പന്നരായിട്ടുള്ള ഒരു ജനതയാക്കിയാൻ വേണ്ടി ആ മിഷണറിമാർ കഷ്ടപ്പെടുമായിരുന്നു. സംസ്കാര സമ്പന്നരായിട്ടുള്ള ജാതിയുടെയും മതത്തിന്റെയും ചാതുവർണ്ണത്തിന്റെയും ഒക്കെ പേരില് ആ എല്ലാവരെയും തീരെ ഉച്ചനീചത്വങ്ങളുടെ എല്ലാത്തിനെയും പര്യവസാനിപ്പിച്ചുകൊണ്ട് ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകാൻ അതിനുവേണ്ടിയാണ് പള്ളിയുടെ കൂടെ പള്ളിക്കൂടം ഉണ്ടാക്കി ക്രിസ്ത്യാനികളെ മാത്രമല്ല അവിടെയുള്ള എല്ലാ സമൂഹത്തെയും ആ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോയി അവരെ നല്ല ഒരു ഹൈന്ദവനും നല്ല ഒരു മുസ്ലിമും നല്ല ഒരു ക്രൈസ്തവനും അതിനേക്കാൾ ഉപരി നല്ല ഒരു മനുഷ്യനുമാക്കി. നല്ലൊരു മനുഷ്യനാവുകയാണ്, നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആവുകയാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. ക്രൈസ്തവ മിഷണറിമാർ ചെയ്യുന്ന അതാണ്, അല്ലാതെ മതപരിവർത്തനമില്ല. അതാ ഞാൻ പറഞ്ഞു, അന്ന് 40-കളിൽ 2.5% ഉണ്ടായിരുന്ന ഏത് മതവിഭാഗം ഉണ്ട് ഇപ്പോഴും 2.5% താഴെ നിൽക്കുന്നത്. അപ്പൊ എവിടെയാണ് കൺവേർഷൻ നടത്തിയിരിക്കുന്നത്? നിങ്ങളുടെ ചിന്താഗതി എവിടെയാണ്? എന്റെ ഹൈന്ദവ സഹോദരങ്ങളെ, നിങ്ങൾ ഈ തീവ്രവാദികളുടെ ഇതിൽ പേരെടുത്ത് ഹൈന്ദവ സംസ്കാരത്തെ ഇവര് നിർമ്മാർജ്ജനം ചെയ്യുവാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ലോകത്തിന് മുമ്പിൽ ഹൈന്ദവ സംസ്കാരത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. ശ്രീരാമകൃഷ്ണനും വിവേകാനന്ദനും ഒക്കെ ലോകത്തിന് പകർന്നു കൊടുത്ത് ആ ഹൈന്ദവ തത്വങ്ങൾക്കും മൂല്യങ്ങൾക്കും വിരുദ്ധമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ലോകത്തിന് മുമ്പിൽ ഹൈന്ദവ സംസ്കാരത്തെ, ഹൈന്ദവ മതത്തെ നിങ്ങളെ പരിഹാസപാത്രമാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അതിനെ ഇല്ലായ്മ ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ ഏറ്റവും കൂടുതൽ എനിക്ക് ക്രൈസ്തവരെക്കാൾ കൂടുതൽ സുഹൃബന്ധമുള്ളത് ഹൈന്ദവരും മുസ്ലിം സുഹൃത്തുക്കളുമാണ്. ഇവർ ഓരോരുത്തരും ഇതിനെപ്പറ്റി ചിന്തിക്കണം. അരുതേ എന്ന് പറയാനുള്ള, കാട്ടാളിനോട് അരുതേ എന്ന് പറയാനുള്ള ഓരോ പഴയ മഹർഷിമാരുടെയും ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും വിവേകാനന്ദന്റെയും ഒക്കെ വക്താക്കളായിട്ട് നമ്മൾ തീർന്നാല് യഥാർത്ഥ ഹൈന്ദവ സംസ്കാരം ആ സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ലോകത്തിന് മുമ്പിൽ ആ ഹൈന്ദവ സംസ്കാരത്തിന് ആ മൂല്യം ഉണ്ടാവുകയുള്ളൂ. ആ മൂല്യത്തിലേക്ക് വരുവാന് ഞാനൊരു ക്രൈസ്തവനാണ്. പക്ഷെ എന്റെ ക്രൈസ്തവത്വം എന്ന് പറഞ്ഞാൽ അത് ഒരു ഫെനാറ്റിസം അല്ല.
ഇടതുകരണത്തടിക്കുമ്പോൾ വലതുകരണം കാണിച്ചു കൊടുത്ത ആ ക്രിസ്തുവിന്റെ മഹാത്മജി അത് പ്രാക്ടീസ് ചെയ്ത ആ പാരമ്പര്യമാണ് ക്രൈസ്തവർക്കുള്ളത്. അപ്പൊ അത് റീറ്റാലിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, പകരം ചോദിക്കുക എന്നുള്ളതല്ല. അവരെ അടിക്കുന്നതിനെ പോലും കെട്ടിപ്പുണരാന്, ദ്രോഹിക്കുന്നവരെ പോലും റാണി മരിയയുടെ സഹോദരങ്ങൾ ചെയ്ത പോലെ അങ്ങനെ ചെയ്യാൻ മനപരിവർത്തനമാണ്, മതപരിവർത്തനമല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മതപരിവർത്തനമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ഒരു ക്രിസ്ത്യൻ കൺട്രി ആയിട്ട് മാറിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയൊരു ക്രിസ്ത്യൻ കൺട്രി ആയിട്ട് മാറിയാണ്. ഈസി ആയിരുന്നു. വിശക്കുന്നവന് ആഹാരമായിട്ടും രോഗിക്ക് വൈദ്യസഹായം എത്തിച്ചും വൈദ്യനായിട്ടും ആരോരും ഇല്ലാത്തവരെയും പിന്നെ നിസ്സഹരായിട്ടിരിക്കുന്നവരെയും അവർക്ക് അത്താണിയായിട്ടും അവരെ വാരിപ്പുണരാനും തെരുവിലിൽ അലിഞ്ഞു കിടക്കുന്ന ഈ ബഗേഴ്സിനെ പോലും പിന്നെ വളരെ സഹിഷ്ണുതയോടെ അവർക്ക് ശുശ്രൂഷ ചെയ്ത് അങ്ങനെ അവരിലൂടെ ദൈവത്തെ കാണാനുമുള്ള ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ക്രൈസ്തവ മിഷണറിമാരും മറ്റു ആൾക്കാരും ചെയ്യുന്നത്, അല്ലാതെ മതപരിവർത്തനത്തിന് വേണ്ടിയല്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ഈ പുഴുക്കുത്തുകളെ അരുത് കാട്ടാള എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ എക്സ്പെൽ ചെയ്യാനുള്ള ഒരു ആർജവത്വം യഥാർത്ഥ ഹൈന്ദവരെ കാണിക്കണം. എന്നാലേ ശ്രീരാമകൃഷ്ണനും വിവേകാനന്ദനും ഒക്കെ കാണിച്ച ആ മഹത്വം ലോകത്തിന് വെളിച്ചമായി തീരുകയുള്ളൂ. അതിനുള്ള എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.